നമസ്കാരം. മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ബൈജു ചന്ദ്രനെ തെരഞ്ഞെടുത്തതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 2022 അവാർഡാണ് പ്രഖ്യാപിച്ചത്. 2 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംവിധായകൻ കമൽ ചെയർമാനും ഡോക്യുമെന്ററി സംവിധായിക ഷൈനി ജേക്കബ് ബെഞ്ചമിൻ, മുൻ ദൃശ്യമാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി.കെ. സന്തോഷ് കുമാർ എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി. അജോയ് മെമ്പർ സെക്രട്ടറിയുമായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 1985 മുതൽ 4 പതിറ്റാണ്ടുകാലമായി വിദ്യാഭ്യാസം, വിജ്ഞാനം, വിനോദം എന്നിവയുടെ വിനിമയത്തിനായി ടെലിവിഷൻ മാധ്യമത്തെ സർഗാത്മകമായി വിനിയോഗിച്ച വ്യക്തിയാണ് ബൈജു ചന്ദ്രൻ എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. വാർത്തകൾ, വാർത്താധിഷ്ഠിത പരിപാടികൾ, ടെലിഫിലിമുകൾ എന്നീ മേഖലകളിലും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ചരിത്രം, സംസ്കാരം, സൗന്ദര്യശാസ്ത്രം എന്നിവയിൽ ഊന്നിയ രചനകളിലൂടെ ടെലിവിഷൻ മാധ്യമരംഗത്തെ അക്കാദമിയായി സ്ഥാനപ്പെടുത്തുന്നതിലും അദ്ദേഹം സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയതായി ജൂറി വിലയിരുത്തി. മലയാള ടെലിവിഷനിലെ ആദ്യ വാർത്താ ബുള്ളറ്റിൻ്റെ പ്രൊഡ്യൂസറാണ് ബൈജു ചന്ദ്രൻ. തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ നിശ്ചയിച്ച ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാം പ്രൊഡ്യൂസറായി 1984 ജൂൺ 15 മദ്രാസ് ദൂരദർശനിൽ ചേർന്നു. 85 ജനുവരി 2 മലയാള ദൂരദർശൻ ആദ്യ വാർത്ത സംപ്രേഷണം ചെയ്തത്. 85 തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം നിർമ്മിച്ച ആദ്യ ഡോക്യുമെൻ്ററിയായ താളിയോലകളുടെ കലവറ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകനാണ് ബൈജു. 87 മുതൽ വാർത്തയ്ക്ക് പിന്നിൽ എന്ന അന്വേഷണാത്മക വിശകലന പരിപാടി അവതരിപ്പിച്ചു. തകഴി, ബഷീർ, പൊൻകുന്നം വർക്കി, OV വിജയൻ, പ്രേം നസീർ, കുഞ്ഞുണ്ണിമാഷ്, അടൂർ ഗോപാലകൃഷ്ണൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരുടെ സംഭാവനകൾ അടയാളപ്പെടുത്തുന്ന ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന നിണച്ചാലൊഴുകിയ നാൾവഴികൾ നിരവധി ദേശീയ, അന്തർദേശീയ മേളകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ദൂരദർശൻ ഡെപ്യൂട്ടി ഡയറക്ടറായി 2021 ഏപ്രിലിൽ വിരമിച്ചു. മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലാവിൽ നീന്താനിറങ്ങിയ മേഘങ്ങൾ, രക്തവസന്തകാലം എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ. 2020 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏർപ്പെടുത്തിയത്. ശശികുമാർ, ശ്യാമപ്രസാദ് എന്നിവരാണ് മുൻ ജേതാക്കൾ.